ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ വണ്ടി പണി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും പാറും കൂടി ബസ്സിനാണ് വന്നത്. അങ്ങനെ ഹൈക്കോർട്ടിൽ വന്നിറങ്ങിയപ്പോഴത്തേക്കും നമുക്കൊരു ചായ കുടിക്കാൻ തോന്നി. പിന്നെ അവിടെ കയറി ഒരു ചൂട് ബോണ്ടയും ഒരു പഴംപൊരിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഓട്ടോയ്ക്കാണ് എൻ്റെ സ്റ്റോറിന് അങ്ങോട്ട് പോയത്. കാരണം അവിടെ നിന്ന് ബസ് കാര്യങ്ങളൊക്കെ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ പയ്യെ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങിയത് വൈകുന്നേരത്തെ ഒരു സമയമാണ്. വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കിൻ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും ചുണ്ണൂൻ്റെ വേഷം കെട്ടാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴായി പിന്നെ ഇവനെ പിടിച്ചാൽ കിട്ടാറില്ല. പിന്നെ ദാണ്ടത് പപ്പൻ വന്നിട്ടുണ്ടായിരുന്നു വൈകിട്ട്. നമ്മളപ്പോൾ നമ്മുടെ ഹൈക്കോർട്ടിൽ അവക്കാഡോ ഷേക്ക് കിട്ടുന്ന ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. എപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ ഭയങ്കര തിരക്കായിരിക്കുള്ളൂ. നല്ല അടിപൊളി ഷേക്കുമാണ്. ഈ അവക്കാഡോടെ മാത്രമല്ല കേട്ടോ, ഷാർജ ഷേക്കും അടിപൊളിയാണ്. അപ്പോൾ അതും കുടിച്ചായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും അമ്മ ദേ ചുണ്ണൂനെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചുണ്ണു ഫോണിൽ തോണ്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഫോണിൽ തോണ്ടിയിരിക്കലാണ് അവൻ്റെ മെയിൻ പരിപാടി എന്ന് പറയണത്. പിന്നെ അവനായിട്ട് കുറേ നേരം കളിച്ചും അങ്ങനെയൊക്കെ ഇരുന്നായിരുന്നു. എത്ര പെട്ടെന്നാണ് സമയം പോണതെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും ഓരോ ദിവസം പെട്ടെന്ന് പെട്ടെന്നാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവനാണെന്നുണ്ടെങ്കിൽ വലുതായി വരുന്നതും അങ്ങനെ തന്നെയാണ്. ഈ കുഞ്ഞായിരുന്നപ്പോൾ കിട്ടിയതാണ്. ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരാറുള്ളത്. ആ ചെറിയ കുട്ടീനെ ശരിക്കും ഇടയ്ക്ക് മിസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോ